നോളജ് ഫാക്ടറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഈ ആഴ്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട PSC വാർത്തകളെയും അപ്ഡേറ്റുകളെയും കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ എന്തായാലും വീഡിയോയിലേക്ക് തന്നെ കടക്കാൻ അതിന് മുന്നേ ചാനൽ ഇതുവരെ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ എന്ത് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ PSC റിലേറ്റഡ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസിനും ക്ലാസ്സുകൾക്കും വേണ്ടിയിട്ട് ഈ ചാനൽ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ആദ്യമായിട്ട് പറയാനുള്ള വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ LDC പരീക്ഷ നമ്മുടെ ശനിയാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്ന പാലക്കാട് ആലപ്പുഴ ജില്ലയിലെ LDC പരീക്ഷയിലെ കട്ട് ഓഫ് ആയിട്ട് പലരും പറയുന്ന മാർക്ക് എത്രയാണെന്നുള്ള കേസിനെ കുറിച്ചാണ്. അപ്പൊ ഇതിനകത്ത് പറയുന്നത് നമ്മുടെ തൊഴിൽ വാർത്തക്കകത്ത് വന്നതാണ്. നമ്മുടെ ചോദ്യങ്ങളിൽ വലഞ്ഞും ഉത്തരങ്ങളിൽ അയഞ്ഞും LDC 4ാം ഘട്ടം എന്നാണ് പറഞ്ഞിരുന്നത്. വലിയ കുഴപ്പമില്ലായിരുന്നല്ലേ പരീക്ഷ. അപ്പോൾ എന്തായാലും നമ്മുടെ പരീക്ഷയുടെ കട്ട് ഓഫ് ആയിട്ട് അവർ പറഞ്ഞിരിക്കുന്ന മാർക്ക് 53 മുതൽ 63 വരെ മാർക്കാണ് കേട്ടോ. 53, 63 മാർക്കാണ് നമ്മുടെ തൊഴിൽ വീതിക്കാർ കട്ട് ഓഫ് ആയിട്ട് പറയുന്നത്. അപ്പൊ നമ്മുടെ ചാനലിൽ തന്നെ ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് വന്നിട്ടുള്ള മാർക്കും നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഈ പറയുന്ന റേഞ്ച് തന്നെയായിരുന്നു 40, 50, 50, 60 ആ ഒരു റേഞ്ചിലെ മാർക്കാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഒരുപക്ഷെ ആ ഒരു റേഞ്ച് തന്നെ ആയിരിക്കും കട്ട് ഓഫും വരുന്നത് അല്ലെ. ഒരു 50, 60 ആ ഒരു റേഞ്ചിലായിരിക്കും കട്ട് ഓഫ് വരാനും സാധ്യത എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ LDC ആലപ്പുഴ പാലക്കാട് പരീക്ഷ എഴുതിയത് 67.37% ആൾക്കാർ മാത്രമാണെന്ന് കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്. ഒരുപാട് പേര് ഇപ്പോൾ LDC പരീക്ഷയിൽ ജില്ലകൾ മാറി വരുന്നത് കൊണ്ട് തന്നെ ഒരുപാട് പയ്യന്മാര് പരീക്ഷ എഴുതുന്നത് കുറവാണ് കേട്ടോ. കാര്യം പെൺപിള്ളേർക്കെല്ലാം ഏകദേശം അവരുടെ സ്ഥലം തന്നെയാണ് പരീക്ഷയ്ക്ക് കൊടുക്കുന്നത്. പക്ഷേ പാവപ്പെട്ട പയ്യന്മാർക്ക് എന്ത് കിട്ടുന്നു? പരീക്ഷ എഴുതാനുള്ള സ്ഥലവും ജില്ലയും ഒക്കെ എന്ത് കിട്ടുന്നു? തിരുവനന്തപുരം വച്ചവൻ ആലപ്പുഴയും, ആലപ്പുഴ വച്ചവന് കോഴിക്കോടും കിട്ടുന്ന അവസ്ഥയാണ് നിലവിലിപ്പോൾ കേരള PSCക്കകത്ത് ഉള്ളത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ LDC ആലപ്പുഴ പാലക്കാട് പരീക്ഷയായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എനിക്ക് പറയാനുള്ളത്. ഇനി ബാക്കിയുള്ള LDC എക്സാംസ് കൂടി കഴിഞ്ഞ ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്ട്രിക്ട് വൈസ് പോൾ ഇടാം. ഡിസ്ട്രിക്ട് വൈസ് പോൾ ഇടുമെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പോൾ ഇടാം കേട്ടോ. അപ്പൊ എല്ലാ പരീക്ഷയും കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ദിവസവും ഓരോ ജില്ലകളുടേതായിട്ടുള്ള പോൾ ഇട്ട് തരാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു റേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. അപ്പൊ എന്തായാലും അടുത്ത വാർത്തയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. നമ്മുടെ ചാനലിൽ നിലവിൽ ഇപ്പോ ഫോഴ്സ് 2025 എന്ന് പറഞ്ഞിട്ടൊരു കോഴ്സ് നടത്തുന്നുണ്ട്. അപ്പൊ ഈ കോഴ്സിനകത്ത് പോലീസ്, എക്സൈസ്, ഫയർഫോഴ്സ്, അതുപോലെ തന്നെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ ഈ പറയുന്ന 4 ഫോഴ്സ് എക്സാംസിന്റെയും 2025 നടക്കാനായിട്ട് പോകുന്ന ഈ പറയുന്ന പരീക്ഷകളുടെയൊക്കെ കമ്പൈൻഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് തരുന്നത്. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന 4 ഫോഴ്സ് എക്സാംസിന്റെയും സ്പെഷ്യൽ ടോപ്പിക്, അതിന്റെ മോഡൽ എക്സാംസ്, അതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ടുകൾ, അതിന്റെ മോക്ക് ടെസ്റ്റുകൾ, PDF മെറ്റീരിയൽസ് എല്ലാം നിങ്ങൾക്ക് ഈ പറയുന്ന കോഴ്സിനകത്ത് അവൈലബിൾ ആവും. അപ്പൊ 2025 ഈ പറയുന്ന കോഴ്സ് എക്സാമുകൾക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് 991611697272 എന്ന് പറയുന്ന നമ്പറിലേക്ക് 999 രൂപയാണ് പേയ്മെന്റ് വരുന്നത്. പേയ്മെന്റ് ചെയ്ത ശേഷം ഇതേ നമ്പറിലേക്ക് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, വാട്സപ്പിൽ ഒരു സ്ക്രീൻഷോട്ട് അയക്കുക, പേയ്മെന്റ് സ്ക്രീൻഷോട്ട് അയക്കുക. നിങ്ങളെ അതേ ദിവസം തന്നെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഈ ഗ്രൂപ്പിനകത്ത് ഈ പറയുന്ന എല്ലാ മെറ്റീരിയൽസും നിങ്ങൾക്ക് അവൈലബിളും ആയിരിക്കും. അപ്പൊ ഇത് കോൾ എനേബിൾഡ് നമ്പർ അല്ല, വാട്സ്ആപ്പ് നമ്പറാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നമുക്കൊരു ലോഗോ കാണാൻ കഴിയും. ഇത് നമ്മളുടെ നോളജ് ഫാക്ടറി ജോബ് അപ്ഡേറ്റ് എന്ന് പറയുന്ന ചാനലിന്റെ ലോഗോയാണ്. ഈ ചാനലിന്റെ ലിങ്ക് ഞാൻ നമ്മുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം. തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. കാര്യം PSCയും UPSC, SSC, റെയിൽവേ അതുപോലുള്ള ബാക്കിയുള്ള എല്ലാ തരത്തിലുള്ള ജോബ് അപ്ഡേറ്റുകളും നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഉള്ളൊരു ചാനലാണ്. തൊഴിൽ വാർത്തകൾ മാത്രമാണ് ഈ പറയുന്ന ചാനലിനകത്ത് കിട്ടുന്നത്. അപ്പൊ എല്ലാവരും തീർച്ചയായിട്ടും ആ ഒരു ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. നോളജ് ഫാക്ടറി ജോബ് അപ്ഡേറ്റ് എന്നാണ് ചാനലിന്റെ പേര്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും പിൻ ചെയ്തേക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ കോഴ്സിലേക്കും ജോയിൻ ചെയ്യുക, ഈ ഒരു ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, നെക്സ്റ്റ് വാർത്തയിലേക്ക് നമുക്ക് പോവാം. രാജ്യത്തെ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള PSC ആണെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴാ നമ്മുടെ തൊഴിൽ വീതിക്കകത്ത് വന്നിട്ടുള്ള ഒരു വാർത്തയാണ്. അപ്പൊ 5 വർഷത്തിനിടെ 1,44,000 നിയമന ശുപാർശകളാണ് കേരള PSC നിന്ന് പോയതെന്നാണ് പറയുന്നത്. കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് കേരള PSC എന്ന് പറയുന്നത് 2019 മുതൽ 23 വരെ കേരള PSC നടത്തിയത് 1,44,563 നിയമന ശുപാർശകളാണ്. ഈ കാലയളവിൽ ഏറ്റവും കൂടുതൽ ശുപാർശ നടന്നത് 2019 പറയുന്നത് 35,000 ശുപാർശകളാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഏറ്റവും കുറവ് നടന്നത് 2022 22,000 മാത്രമാണ് നടന്നത്. കോവിഡ് വ്യാപനം മൂലം സർക്കാർ ഓഫീസുകളുടെ പ്രവർത്തനം തടസ്സപ്പെട്ട 2020
25,000 പേർക്കും 21-ൽ 26,000 പേർക്കും PSC ശുപാർശ നൽകി. 23-ൽ 34,000 പേർക്കാണ് കേരള ശുപാർശ നൽകി PSC ശുപാർശകൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്തായാലും ഇനിയും ഒരുപാട് പേർക്ക് ജോലി കിട്ടട്ടെ, അതിന് കേരള PSCക്ക് കഴിയട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇതിനകത്ത് പറയുന്നത് 61 ലക്ഷം അപേക്ഷകളാണ് നമ്മുടെ കേരള PSCയിൽ ഓരോ വർഷവും പോയിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ വർഷം കൈകാര്യം ചെയ്ത അപേക്ഷകളുടെ എണ്ണത്തിലും കേരള PSC ബഹുദൂരം മുന്നിലാണ്. 2023-ല് 61 ലക്ഷം അപേക്ഷകളാണ് എന്ത് ചെയ്തത് കേരള PSCയിൽ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോ അതിന്റെ ബാക്കിലിരിക്കുന്ന ആന്ധ്രാപ്രദേശ് PSC ആണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സംവരണത്തിനും മുന്നിലായത് തന്നെയാണ് കേരള PSC തന്നെയാണെന്നൊക്കെയാണ് റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളത്. അപ്പൊ എന്തായാലും ബാക്കി വാർത്തകളിലേക്ക് കടക്കാം. അതിന് മുന്നേ വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്ത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നമ്മുടെ കേരള PSC 1ാം സ്ഥാനത്ത് എന്ന് പറയുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കാര്യം കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിന്റെ റാങ്ക് ലിസ്റ്റ് ആയിട്ടുണ്ട്. 934 പേരാണ് റാങ്ക് ലിസ്റ്റിൽ. മുൻ ലിസ്റ്റിൽ നിന്ന് 372 നിയമന ശുപാർശകളാണ് പോയിട്ടുള്ളത്. റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒഴിവുകൾ ഈ തവണ 63 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. LDC തിരുവനന്തപുരത്തേക്ക് 29 നിയമന ശുപാർശകൾ വന്നിട്ടുണ്ട്. അങ്ങനെ ആകെ മൊത്തത്തിൽ 876 നിയമന ശുപാർശയാണ് കേരള PSCയിൽ നമ്മുടെ LDC തിരുവനന്തപുരത്തിലേക്ക് പോയിട്ടുള്ളത്. അതുപോലെ തന്നെ 4 പരീക്ഷകളിൽ 29 ചോദ്യം ഒഴിവാക്കി എന്ന് പറയുന്നുണ്ട്. ഈ ചോദ്യം ഒഴിവാക്കുക, ക്വസ്റ്റ്യൻ പേപ്പർ കറക്റ്റ് ആയിട്ട് ചെയ്യുക എന്ന് പറയുന്നതാണ് ഇപ്പൊ കേരള PSC അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത്. കാര്യം ക്വസ്റ്റ്യൻസ് തെറ്റുന്നതനുസരിച്ച് ഉദ്യോഗാർത്ഥികളുടെ സമയം അവിടെ കുറവാണ്. ഇതിനകത്ത് HSST മലയാളത്തിൽ 8 ചോദ്യം ഒഴിവാക്കി എന്ന് പറയുന്നുണ്ട്. അതിനകത്ത് ചോദിച്ചൊരു ചോദ്യമാണ് നമ്മുടെ രജനീകാന്തിന്റെ ഭാഷ എന്ന് പറയുന്ന സിനിമ ഉണ്ടല്ലോ, മാണിക് ഭാഷ, ആ ഭാഷാ സിനിമയിലെ ഡയറക്ടർ ആരെന്നൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള നിലവാരമില്ലാത്ത ചോദ്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നല്ല നല്ല ചോദ്യങ്ങൾ എന്ത് ചെയ്യുക, ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതുപോലെ തന്നെ കമ്പനി ബോർഡ് ലാസ്റ്റ് ഗ്രേഡിലേക്ക് കൂടുതൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അത് ഏറ്റവും കൂടുതൽ ഒഴിവ് വന്നിട്ടുള്ളത് KSFയിലാണെന്ന് പറയുന്നുണ്ട്. നിലവിൽ ഇതുവരെ കമ്പനി ബോർഡ് ലാസ്റ്റ് ഗ്രേഡിലേക്ക് 1404 ഒഴിവുകളാണ് ശുപാർശ വന്നിട്ടുള്ളത്. റിപ്പോർട്ട് ചെയ്ത ഒഴിവ് 95 ആണെന്ന് കൂടി പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ LPST UPST ഉൾപ്പെടെ 11 തസ്തികയിലേക്കുള്ള ഷോർട്ട് ലിസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ LP സ്കൂൾ ടീച്ചറിന്റെയും UP സ്കൂൾ ടീച്ചറിന്റെയും എന്തായാലും ഈ വർഷം തന്നെ ഷോർട്ട് ലിസ്റ്റ് ഉടനെ തന്നെ ഉണ്ടാവും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയുള്ള കുറച്ച് തസ്തികകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഖാദി ബോർഡ് LDC ഉൾപ്പെടെ 4 തസ്തികയിലേക്കുള്ള സാധ്യതാ ലിസ്റ്റും വരുന്നുണ്ട്. അതുപോലെ തന്നെ PSC ആഴ്ച നടത്തിയിട്ടുണ്ടായിരുന്ന പരീക്ഷകൾ, ഇന്റർവ്യൂകളും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് മനസ്സിലാവും. PSCയുടെ അഡ്വൈസ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് LGS എറണാകുളം, BFA എറണാകുളം, സ്റ്റാഫ് നഴ്സ് തിരുവനന്തപുരം, LDC കോഴിക്കോട്, UPSC തൃശ്ശൂരൊക്കെ ഇതിനകത്ത് കാണുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് പറയാനുള്ളത്. അപ്പോൾ ഫോഴ്സ് 2025 തുറന്ന ബാച്ചിലേക്ക് ഫോഴ്സ് എക്സാംസിന് വേണ്ടി തയ്യാറെടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. അഥവാ നിങ്ങൾക്ക് ഏതെങ്കിലും 1-2 മതി, ഇപ്പൊ CPO മതി, എക്സൈസ് മതി, ഫയർഫോഴ്സ് മതി എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ താഴെ കാണുന്ന നമ്പറിലേക്ക് എന്ത് ചെയ്യുക, വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഇടുക. CPO, എക്സൈസ്, ഫയർഫോഴ്സ് എന്ന് പറഞ്ഞ മെസ്സേജ് ഇട്ടാലും മതി. നിങ്ങൾ എന്ത് ചെയ്യാം, ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോഴ്സ് 2025 എന്ന് പറഞ്ഞ മെസ്സേജ് ഇട്ടാൽ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എന്തായാലും ആ ഒരു ചാനൽ കൂടി നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വിട്ടുപോകരുത്. കാര്യം നിങ്ങൾക്ക് എന്തായാലും അത് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. കേരള PSC 1ാം സ്ഥാനത്ത് എന്ന് പറയുന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോ ക്ലാസ്സൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതിലേക്ക് എല്ലാവർക്കും ബൈ.